നമസ്കാരം. ഇന്ന് INS വിക്രാന്ത് ആണ് ഹീറോ. ഹീറോ അല്ല, ഹീറോയിൻ എന്ന് തിരുത്തി പറയണം. അതെന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിക്കാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇതൊരു വല്ലാത്ത പുതിയ അറിവായിരിക്കും പലർക്കും എന്ന് പറയണം. ഷിപ്പ് എന്തുകൊണ്ട് ഷീ എന്നറിയപ്പെടുന്നു? സ്ത്രീയുടെ രൂപം എന്തിനാണ് ഷിപ്പിന് നൽകുന്നത്? എന്തുകൊണ്ട് ഹീ ആയിരിക്കൂടാ? മകൾ, അവൾ എന്നൊക്കെ ഷിപ്പിനെ വിശേഷിപ്പിക്കുന്നു. ഇന്ന് വിക്രാന്തിനെയും വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. ഞങ്ങളുടെ പുത്രനാണെന്ന് പറഞ്ഞ് എല്ലാവരും തർക്കിച്ചപ്പോഴും അവിടെ പറയുന്നത് അവൾ പെണ്ണ് തന്നെയാണെന്നാണ്. ലോകത്തുള്ള എല്ലാ ഷിപ്പുകളും ഷീ ആണ്. എല്ലാ കപ്പലുകളും ഷീ ആകുന്നത് എങ്ങനെയെന്ന് ചോദിക്കാൻ പല കാരണങ്ങളുണ്ടെന്ന് തന്നെ പറയുന്നു. ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം പോലും വിക്രാന്തിനെ മകൾ എന്ന് വിശേഷിപ്പിച്ചത് കൊണ്ടാണെന്ന് പറയാം. ഭാഷാപരവും ചരിത്രപരവുമായ ഘടകങ്ങൾ കൂട്ടിച്ചേർത്തതിനാൽ തന്നെ കപ്പലുകളെ പരമ്പരാഗതമായി ഷീ എന്നാണ് വിളിക്കുന്നത്. ഇംഗ്ലീഷ് പദമായ ഷിപ്പ് അതിന്റെ ലാറ്റിൻ മൂലമായ നാവസ് എന്നതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു സ്ത്രീലിംഗ വ്യാകരണം തന്നെ ലിംഗഭേദം നിലനിർത്തുന്നതും, അതായത് സ്ത്രീലിംഗത്തെ നിലനിർത്തുന്നതുമായി എത്തുന്നു. കൂടാതെ ചരിത്രപരമായ സമുദ്ര പാരമ്പര്യങ്ങളും നാവികർക്ക് അവരുടെ കപ്പലുകളോടുള്ള വൈകാരിക അടുപ്പവും ഈ രീതിക്ക് കാരണമായിട്ടുണ്ട്. ഇനി ഇതിനെ മറ്റു ചിലർ പറയുന്നത് വേറെ രീതിയിലാണ്. ഷിപ്പ് ഓടിക്കാൻ വളരെ പ്രയാസമാണെന്നും അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ തന്നെ പ്രയാസകരമായതുകൊണ്ടാണ് സ്ത്രീയായി തന്നെ ഉപമിക്കുന്നതെന്ന് പറയുന്നു. സ്ത്രീകളെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണെന്നും അതുകൊണ്ടാണ് ഷിപ്പായി പറയുന്നതെന്നും രസകരമായി പറയുന്നവരുമുണ്ട്. 18-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പുരുഷന്മാർ മാത്രം കപ്പലുകളിൽ സഞ്ചരിക്കുന്ന സാധാരണമായിരുന്ന കാലമാണ്. ഷിപ്പിംഗ് ലോകത്തിലേക്ക് ഉയർന്നു വന്നപ്പോഴും അത് തന്നെയാണ്. കപ്പൽ എന്ന സ്ത്രീലിംഗ നാമം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് വരെ നിലനിൽക്കുന്ന ഒരു പരമ്പരാഗത ഗദ്യം ഇതിനെ ന്യായീകരിക്കാൻ ഒരു ലൈംഗിക സമീപനം ഉപയോഗിച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. സ്ത്രീകളുടെ കാര്യത്തിൽ എല്ലാവരും എടുക്കുന്ന തീരുമാനം ഇത് തന്നെയാണെന്ന് പറയാം. ലോകത്തുള്ള എല്ലാ ഷിപ്പുകളും എങ്ങനെ ഷീയായി? ഇതിനുള്ള ചോദ്യം തന്നെ ഇന്ന് മലയാളികളുടെ അടുത്ത് എത്തുന്നത് വിക്രാന്തിനെ കൊച്ചിയുടെ മകളായി മാറ്റിയത് കൊണ്ട് തന്നെയാണ്. വിക്രാന്ത് കൊച്ചിയുടെ മകൾ തന്നെയാണ്, ഒരു തിരുത്തുമില്ല. നമ്മൾ മലയാളികളുടെ അഭിമാനം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നടന്ന യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ തന്നെ 8 പേരും അതുപോലെ മാൻ ഓഫ് ദ മാച്ച് എന്ന് പോലും വിളിച്ചവരാണ് പലരും വിക്രാന്തിനെ. എന്നാൽ മാൻ ഓഫ് ദ മാച്ച് അല്ല, വുമൺ ഓഫ് ദ മാച്ച് തന്നെയാണ് നമ്മുടെ INS വിക്രാന്ത് എന്ന് പറയാം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ കനത്ത ആക്രമണം തന്നെയാണ് ഇന്ത്യ അഴിച്ചുവിട്ടത്. പാകിസ്ഥാന്റെ പ്രധാന നഗരങ്ങളിൽ എല്ലാം ഇന്ത്യ ശക്തമായി തന്നെ ആക്രമണം നടത്തി. അപ്പോൾ നമുക്ക് കൂട്ടായി നിന്നത് ഈ INS വിക്രാന്താണ്. അമ്മയുടെ പ്രത്യേകത എന്താണ്? അമ്മ സ്ത്രീയാണ്. അതുപോലെ നമ്മളെ നല്ല പാതയിലോട്ട് നയിക്കുന്ന ഒരു വ്യക്തി, നമുക്കെല്ലാത്തിനും തണലായുന്ന ഒരു വ്യക്തി, നമ്മുടെ നട്ടലാകുന്ന വ്യക്തി, അതാണ് അമ്മ. ആ അമ്മ ഒരു പെണ്ണാണ്, ഷീ ആണ്. അതുകൊണ്ട് ഷിപ്പിനെയും നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം. ഇന്നലെ കഴിഞ്ഞ ഓപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ നട്ടലായി നിന്ന് പാകിസ്ഥാനെ തകർക്കാൻ സംബന്ധിച്ചതും അതുപോലെ നമ്മളെ എല്ലാവരെയും കുറെ അധികം തന്നെ ഉപമിക്കാനൊക്കെ തന്നെ വിളിച്ചതുമൊക്കെ ഈ വിക്രാന്താണ്. വിക്രാന്തിനെ ഷീ എന്ന് വിളിക്കുമ്പോൾ ഒരു തെറ്റുമില്ല. കാരണം വിക്രാന്തിനെ നമുക്ക് അമ്മയായി തന്നെ ഉപമിക്കാം. കഴിഞ്ഞ ദിവസം പലപ്പോഴായി നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ചിന്ത വന്നെങ്കിൽ പോലും വിക്രാന്ത് ഉണ്ടെങ്കിൽ അതെന്താ ലക്ഷ്യമാകും എന്ന് മനസ്സിലാക്കി അത്രയേറെ ആസൂത്രിതമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. കറാച്ചിയെ വിറപ്പിച്ചതാകട്ടെ കൊച്ചിയുടെ മകൾ തന്നെയാണെന്ന് തന്നെ പറയണം. കാരണം പാകിസ്ഥാൻ മുഴുവൻ കുടുങ്ങിയ ഒരു സംഭവം തന്നെയായിരുന്നു കറാച്ചിയിൽ അരങ്ങേറിയത്. ഇന്ന് പകൽ എഴുന്നേൽക്കുമ്പോൾ പാകിസ്ഥാൻ ഉണ്ടാകുമോ എന്ന ചോദ്യം പോലും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് കറാച്ചിയിൽ ഇത്തരം സംഭവങ്ങൾ നടന്നത്. കൊച്ചിയിൽ പിറവിയെടുത്ത INS വിക്രാന്ത് എന്ന ഒഴുകുന്ന പോരാളിയാണ് കറാച്ചിയെ നിലംപരിശാക്കിയത്. വിക്രാന്ത് രാജ്യത്തിനായി പോരാടി വിജയിക്കുമ്പോൾ കേരളത്തിന് മേറെ അഭിമാനമാണ്. INS വിക്രാന്ത് പിറവിയെടുത്തത് നമ്മുടെ കൊച്ചിയുടെ കപ്പൽശാലയിൽ തന്നെയാണ്. അവൾക്കൊരു ചെറിയ മലയാളി ടച്ച് ഉണ്ട്. അവളൊരു മലയാളി പെൺകുടിയാണെന്ന് കൂടി നമുക്ക് പറയാം. 20,000 കോടിയിലേറെ രൂപ ചിലവിട്ട ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി എന്ന് കൂടി വിളിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾക്ക് ഇന്ന് അർഹയാണ് INS വിക്രാന്ത്. ഇന്നലെ വിക്രാന്ത് കാഴ്ചവെച്ച അത്രയും വലിയ ഒരു മാനുഷികവും അമാനുഷികമായ കഴിവിനെയുമാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കടന്നു പോകുന്ന ടെററിസവും അതുപോലെ തീവ്രവാദത്തിന്റെ അങ്ങേയറ്റവും തന്നെ മാറ്റിക്കളഞ്ഞ ഒരു സംഭവമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ആ സിന്ദൂറിന്റെ 2ാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഇന്നലെ INS വിക്രാന്ത് തന്നെയാണ്. അത് നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാം. അതേ അവൾ കൊച്ചിയുടെ മകൾ തന്നെയാണ്. അവളൊരു സ്ത്രീ കൂടിയാണെന്നും സ്ത്രീകൾക്ക് വേണ്ടി അവൾ മുന്നിട്ട് നിന്നതാണെന്ന് കൂടി പറയാം. അവൾ എന്നുള്ള പേര് കൂടി INS വിക്രാന്തിനെ വിളിക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് കൂടി പൂർണ്ണമാവുകയാണ്.
സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളാൽ ചെയ്യപ്പെട്ട രീതിയിൽ സ്ത്രീകളെ കൊണ്ട് തന്നെ തീർക്കുന്ന ഒരു ചെറിയ പ്രതികാരം. അത് തന്നെയാണ് നമുക്ക് പാകിസ്ഥാന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരം എന്ന് വിശേഷിപ്പിക്കണം. റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയ INS വിക്രാന്തിന്റെ ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം ഉൾപ്പെടെ പല സംവിധാനങ്ങളും കഴിഞ്ഞ ദിവസം വിസ്മയിപ്പിക്കുന്ന ഒന്നായി തന്നെ മാറുകയായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒക്കെ അത്യാഹിത വിഭാഗവും തീവ്രപരിചരണ വിഭാഗവും ഒക്കെ എല്ലാവരും കണ്ടതാണ്. അതുപോലെ തന്നെ വിക്രാന്ത് ഒരുക്കിയതും വളരെയധികം സൂപ്പർ സ്പെഷ്യാലിറ്റിയോടെയാണ് തന്നെ പറയാം. വേണ്ട സംവിധാനങ്ങളെല്ലാം വിക്രാന്തിലുള്ളത് കൊണ്ട് തന്നെ അവൾ ഇനിയും ഭംഗിയായി തന്നെ നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു.